ഇപ്പോൾ മന്ത്രിതല ഉപസമിതിയുടെ അംഗമായ റവന്യൂ മന്ത്രി കെ രാജൻ സംസാരിക്കുകയാണ് തത്സമയ സംപ്രേഷണത്തിലേക്ക്. അതുപോലെ തന്നെ GLPS മുണ്ടക്കയിൽ തുടർ പഠനം GLPS മേപ്പാടിയിലും തുടരാൻ കഴിയുന്ന വിധത്തിൽ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തീരുമാനം ഉണ്ടാക്കുക ആണ് ചെയ്തത്. സ്കൂളിലെ ക്യാമ്പുകൾ കഴിയുന്നവരെ മറ്റു സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്ന മുറയ്ക്ക് അതത് സ്കൂളുകളിൽ നമുക്ക് പ്രവർത്തനം ആരംഭിക്കാം എന്ന വിധത്തിലാണ് ഇന്ന് അങ്ങനെ കണ്ടത്. കുട്ടികളെ മാറ്റുന്ന നടപടി ഉള്ളതിനെ തുടർന്ന് GLP മേപ്പാടിയിലും GSSS മേപ്പാടിയിലും അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിന് വേണ്ടി എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിനാവശ്യമായ നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകാൻ വിദ്യാഭ്യാസ ഉപ ഡയറക്ടറെ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ദുരന്തബാധിത മേഖലയിലുള്ള കുട്ടികൾക്കുള്ള കൊട, ബാഗ്, പാഠപുസ്തകങ്ങൾ, നോട്ട് ബുക്കുകൾ, യൂണിഫോം ഇങ്ങനെ തുടങ്ങിയ സാധനങ്ങളെല്ലാം ചേർന്ന് ഒരു കിറ്റായി ക്യാമ്പ് കഴിയുന്ന മുറയ്ക്ക് അല്ലെങ്കിൽ സ്കൂളുകളിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന മുറയ്ക്ക് പ്രത്യേക ഒരു പരിപാടിയായി കുട്ടികൾക്ക് നൽകണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞു, നമുക്ക് നഷ്ടപ്പെട്ട സർട്ടിഫിക്കറ്റുകളെല്ലാം ഒരുമിച്ച് വിതരണം ചെയ്യാൻ കളക്ടർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കൂട്ടിച്ചേർത്തൊരു പരിപാടി തയ്യാറാക്കും. അതിൻ്റെ ഭാഗമായി തന്നെ വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടത് ലഭിക്കാനായി ഒരു 2-3 ആഴ്ചയ്ക്കുള്ളിൽ ജില്ലയിൽ ഒരു ക്യാമ്പ് നടത്തിയ പ്രവർത്തനങ്ങൾ ഏകീകരിക്കാം എന്നാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. കുട്ടികളുടെ യാത്രാ സൗകര്യം ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരിക്കും. വെള്ളാർമലയിലെ സ്കൂളിൽ നിന്നും അതുപോലെ തന്നെ മുണ്ടകയിലെ സ്കൂളിൽ നിന്നുമൊക്കെ മറ്റു മേപ്പാടിയിലെ സ്കൂളുകളിലേക്ക് വരുമ്പോൾ അതിനുവേണ്ടി KSRTC പ്രത്യേകമായിട്ട് കുട്ടികളെ കൊണ്ടുവരാൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കും. കുട്ടികളുടെ മാനസികാഘാതം കുറയ്ക്കുന്നതിന് വേണ്ടി സ്കൂളുകൾ തന്നെ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രത്യേക കൗൺസിലിംഗ് നടത്തും. സെപ്റ്റംബർ 4 മുതൽ നടക്കാനിരിക്കുന്ന പരീക്ഷകൾ വെള്ളാർമല, മുണ്ടക്കൈ സ്കൂളുകളെ തൽക്കാലം മാറ്റി നിർത്തിക്കൊണ്ട് അവിടെയുള്ള കുട്ടികളുടെ പരീക്ഷ പിന്നീട് നടത്താൻ കഴിയുന്ന വിധത്തിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. നമുക്ക് ഇന്ന് നിങ്ങളോട് പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം മിസ്സിംഗ് കേസുകളെ സംബന്ധിച്ച് നമ്മളൊരു ധാരണ ഉണ്ടാക്കാം എന്നാണ്. ഇപ്പോൾ നമ്മളതിൻ്റെ ഒരു കരട് രൂപമാകുമ്പോൾ ഇനി നമ്പർ കുറഞ്ഞു വരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം 216 ഈ നമ്പർ ആരംഭിച്ചിരുന്നത്. അത് പിന്നീട് കുറഞ്ഞ് 184 ഇന്നലെ വൈകുന്നേരമാകുമ്പോൾ 156 കുറഞ്ഞു. ഇന്നേക്ക് ഇപ്പോൾ ലിസ്റ്റ് കരട് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യുമ്പോൾ 152 പേരായി കുറഞ്ഞിട്ടുണ്ട്. ഇതിലും ചില പേരുകൾ പ്രഥമ ദൃഷ്ട്യാ തന്നെ നമുക്ക് ലഭ്യമാകാൻ സാധ്യതയുണ്ട് എന്ന് വരുന്ന വിധത്തിലാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ 152 മിസ്സിംഗ് കേസുകളാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. ഇതിൽ തന്നെ ചിലത് നമുക്ക് ഒത്തുചേർന്ന് പോകാനുണ്ട്. ഇപ്പോൾ ക്യാമ്പുകളിൽ വന്നതിൽ തന്നെ രജിസ്റ്റർ ചെയ്യാത്തവരുണ്ടോ, ക്യാമ്പുകളിൽ വന്നു കയറി എന്നാൽ ക്യാമ്പിൽ നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ബന്ധുവീടുകളിൽ പോയി താമസിച്ചു, ഇവിടെ റിപ്പോർട്ട് ചെയ്യാതെ വീട്ടുകാർ തമ്മിൽ പരസ്പരം ഒരു ധാരണയുണ്ടാക്കി കോഴിക്കോട്ടേക്കും കണ്ണൂരിലേക്കും ഒക്കെ മാറിപ്പോയി ആ ആളുകളുടെ പേര് കൂടി ഒരു പക്ഷേ ഇതിൽ വന്നേക്കാം. അങ്ങനെ വന്നാൽ ലിസ്റ്റാകെ തെറ്റാണെന്ന വിധത്തിൽ കാണരുത്. ആ ആളുകളെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ അത് സമർപ്പിക്കുന്നത്. തിരിച്ചറിയും തോറും ഈ നമ്പർ കുറയും എന്നാണ് ഞങ്ങളുടെ ധാരണ. അങ്ങനെ കുറയണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹവും. 152 256 തുടങ്ങി 216 വന്നു, 184 ഇപ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ ആയി. പേരും അഡ്രസ്സും അവരുടെ ഫോട്ടോ പരമാവധി കളക്ട് ചെയ്യാൻ കഴിഞ്ഞത് അതും കൂടി നമ്മൾ ഇന്ന് പബ്ലിഷ് ചെയ്യാണ് പത്രമാധ്യമ സുഹൃത്തുക്കളുടെ മുമ്പാകെ. മന്ത്രി കെ രാജൻ സംസാരിക്കുകയായിരുന്നു.